നമ്മൾ എങ്ങനെയാണ് ബേസിക് ആയിട്ട് ഒരു CRUD ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് കണ്ടു. നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് എങ്ങനെയാണ്, പോസ്റ്റ് റിക്വസ്റ്റ് എങ്ങനെയാണ്, പാച്ച് എങ്ങനെയാണ്, ഡിലീറ്റ് എങ്ങനെയാണെന്നൊക്കെ വർക്ക് ചെയ്യുന്ന കണ്ടു. ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു index.js എന്നിട്ടുള്ള ഒരു സിംഗിൾ ഫയലിനകത്താണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ യൂസേഴ്സ് എന്നുള്ള ഒരു എൻഡ് പോയിന്റ് മാത്രമല്ല, യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, യൂസേഴ്സിനെ ഡിലീറ്റ് ചെയ്യാം, യൂസേഴ്സിനെ കാണാം, ആ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ പുതിയൊരു റൗട്ടും കൂടെ വരികയാണ്, ഇപ്പോൾ ബുക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതേപോലെ തന്നെ /books എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ ക്രിയേറ്റ് ഉണ്ടാവും, അതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാവും, അതിൻ്റെ ഡിലീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഈ index.jsനകത്ത് ആയിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഇത് എന്തൊക്കെയാണ് നടക്കുന്നതാണ്. ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊന്നും കൂടെ ഒന്ന് സ്ട്രക്ചർ ചെയ്യാം. സ്ട്രക്ചർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ റൗട്ടുകളെ പ്രോപ്പർലി നമുക്കൊന്ന് സ്ട്രക്ചർ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഫയലുകളിലാക്കി വെക്കാം. എങ്ങനെയാണെന്നല്ല കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടെ റൗട്ട്സ് എന്നോ എങ്ങനെയായാലും പ്രശ്നമില്ല, റൗട്ടേഴ്സ് എന്നുള്ള പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കാം. ഓക്കെ, ചിലർ റൗട്ട്സ് എന്ന് വിളിക്കും, ചിലർ റൗട്ടേഴ്സ് എന്ന് വിളിക്കും, എങ്ങനെയാണെങ്കിലും വിളിച്ചാൽ കുഴപ്പമില്ല. എന്നിട്ട് ഇതിനകത്ത് നമ്മളൊരു പുതിയ ഫയൽ ഉണ്ടാക്കുകയാണ്. നമ്മളിപ്പോൾ യൂസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്നുള്ള രൂപത്തിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫയലിൻ്റെ പേര് users.router.js. ഓക്കെ, ഇവിടെ ഈ .js ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷന്. അതിന് മുമ്പിട്ട് ഇത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇട്ടാലും ഇട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, ഇത് നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതാട്ടോ. അങ്ങനെ ഞാനൊരു ഫയലാക്കി കൊടുത്തു. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസേഴ്സുമായിട്ട് നമുക്കറിയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ യൂസേഴ്സ് എന്നുള്ള വാലിലാണ് എല്ലാം കിടക്കുന്നത്. ഇതും എല്ലാത്തിനും സ്റ്റാർട്ടിങ്ങിൽ എന്തുണ്ട്, യൂസേഴ്സ് എന്നുണ്ട്. അതിൽ ഗെറ്റ്, അതിൽ ID വെച്ച് ഗെറ്റ്, അതിൽ പോസ്റ്റ്, അതിൽ ID വെച്ച് ഡിലീറ്റ്, അതിൽ ID വെച്ച് പാച്ച്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സെപ്പറേറ്റ് ഫയലിലാക്കി മാറ്റാൻ പോവാണ്. അത് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഒരു റൗട്ടർ ഉണ്ടാക്കണം. എന്തിനാണ്? യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതാ CRUD ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് യൂസേഴ്സിൻ്റെ ഒരു എൻഡ് പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റൗട്ടറായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എക്സ്പ്രസ്സിന് എടുക്കണം. അപ്പോൾ കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ്സിന് എടുക്കാം. റിക്വയറിനകത്ത് എക്സ്പ്രസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പ്രസ്സിന് എടുക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റൗട്ടറിന് ഉണ്ടാക്കണം. ഓക്കെ, എന്തിനാണെന്നല്ല ഞാൻ പറയാം. ജസ്റ്റ് റൗട്ടർ ഉണ്ടാക്കാൻ വേണ്ടി കോൺസ്റ്റ് റൗട്ടർ ഈക്വൽ ടു വന്നിട്ട് എക്സ്പ്രസ് പറയാം. ഓക്കെ, എന്നിട്ട് .router 6 ക്യാപിറ്റലാണ്, ഒരു റൗട്ടറിന് ഉണ്ടാക്കി. ഓക്കെ, ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന മാതിരി ഒരു റൗട്ടറെ എന്ന് വിളിച്ച് ഒരു റൗട്ടറിന് ഉണ്ടാക്കി. എന്നിട്ട് അവസാനത്തിൽ ലാസ്റ്റിൽ module.exports റൗട്ടർ. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫയലിന് ഡീഫോൾട്ടായിട്ട് ഈ റൗട്ടറിനെയാണ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു ഫയലിനകത്ത് നിന്ന് കൂടെ ഒരാളെയാണ് പുറത്തേക്ക് കൊടുക്കുന്നത്, അത് ഈ റൗട്ടറിനെയാണ്. അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി, ബാക്കി എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, index.jsനകത്ത് എല്ലാം കൂടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിന് പകരം യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസേഴ്സിൻ്റെ റൗട്ടിലേക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ റൗട്ടറാക്കിയിട്ട് മാറ്റാണ്, സെപ്പറേറ്റ് റൗട്ടറാക്കി. അതിനുവേണ്ടി നമ്മൾ റൗട്ടേഴ്സ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കി. അതിനകത്ത് യൂസറിന് വേണ്ടിയിട്ട് എന്നുള്ളതുകൊണ്ട് users.router.js എന്നിട്ടൊരു ഫയൽ ഉണ്ടാക്കി. അതിൽ നമ്മൾ എക്സ്പ്രസ്സിനെ എടുത്തു, പിന്നെ റൗട്ടറിനെ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ക്രിയേറ്റ് ചെയ്തത്, express.router എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഫയലിന് പുറത്തേക്ക് ആ റൗട്ടറിനെ തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറലോകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് module.exports റൗട്ടർ കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ള സാധനം, നമ്മൾ യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങോട്ട് ഇവിടുന്ന് കട്ട് ചെയ്യാണ്. അതായത് ഇവിടം വരെ യൂസേഴ്സിൻ്റെ ഗെറ്റും എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ആ വേരിയബിൾ ഉണ്ട് യൂസേഴ്സ് എന്നുള്ള, അതും ഇങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, അതും ഇങ്ങോട്ട് എടുത്ത് ഇവിടെ കൊടുക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ index.js ഭയങ്കര വൃത്തിയായി, ഇതിനകത്ത് വേറെ അധികം ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള രൂപത്തിലേക്ക് മാറി. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ആപ്പ് ഇല്ലല്ലോ, app.get വിളിക്കാൻ പറ്റില്ല, app.post വിളിക്കാൻ പറ്റില്ല, ആപ്പില്ല. അപ്പോൾ ആപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ റൗട്ടറിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ app. എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ router. എന്നാക്കി മാറ്റാം. അതായത് app.patch, app.delete, app.post, app.get ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, router. ആക്കാം. അപ്പോൾ ഞാനെങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തതെന്നല്ലേ, നമ്മളൊരു വീഡിയോ ഉണ്ട് VS കോഡിൻ്റെ ഷോർട്ട് കട്ടുകൾ പഠിപ്പിക്കുന്നത്, അതിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് app.ന് പകരം router. ആക്കി മാറ്റാം. ഓക്കെ, router. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഫയലിനകത്ത് കൊണ്ടുപോയിട്ടു. അതായത് ഈ വേരിയബിൾ അടക്കം. രണ്ടാമത് ചെയ്തത് app. ഇല്ലാത്തതുകൊണ്ട്, അഥവാ ആപ്പ് എന്നുള്ള സാധനം ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് router.get ആക്കിയിട്ട് മാറ്റി. ഇനി അടുത്ത ചെയ്യാനുള്ളത്, നമുക്കറിയാം എല്ലാ സാധനവും ഇതിനകത്തുള്ളത് യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ യൂസേഴ്സ് എന്നുള്ള വാല് ഇതിന് ആവശ്യമില്ല. ഞാൻ ഈ യൂസേഴ്സിന് ഇവിടെ നിന്ന് ഒഴിവാക്കാണ്. അതേപോലെ തന്നെ ബാക്കി എല്ലാ സ്ഥലത്തുനിന്നും ആ യൂസേഴ്സ് എന്നുള്ള വാല് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കാണ്. ഓക്കെ, ഒഴിവാക്കി. നമുക്കറിയാം ഇതെല്ലാം യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ യൂസേഴ്സ് എന്നുള്ള സാധനം ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം,
ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിപ്പോൾ യൂസേഴ്സിൻ്റെ ഒരു ഫയലിനകത്ത് നിന്ന് മാത്രമായിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ യൂസേഴ്സിനും ഗെറ്റ് ചെയ്യാൻ പറ്റും, ഒരു യൂസറിനെ ഗെറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, യൂസറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, യൂസറിനെ പാച്ച് അഥവാ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്കറിയാം ഇത് യൂസേഴ്സ് ഡോട്ട് റൗട്ടർ ആണ്, ഇത് യൂസേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനമാണ്. ഓക്കെ, ഇത് നമ്മൾ സെപ്പറേറ്റ് ഫയലാക്കി എല്ലാം സെറ്റായി. ഇത് നമ്മളെ ആപ്പിനകത്ത് സ്റ്റിൽ ഇൻക്ലൂഡ് അല്ല. നമ്മളിവിടെ റൺ ചെയ്തിട്ട് നമ്മൾ തണ്ടർ ക്ലയൻറ്റ് പോയിട്ട് നമ്മുടെ യൂസേഴ്സിനകത്ത് ഒരു ഗെറ്റ് റിക്വസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ട എററാണ്. കാര്യം എന്താ, യൂസേഴ്സ് എന്നുള്ള റൗട്ട് ഇല്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇതിനകത്ത് ആകെ ഈ ഒരു ഹലോ വേൾഡിൻ്റെ റൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കിയ യൂസേഴ്സിൻ്റെ റൗട്ടറിനെ നമ്മൾ ആപ്പിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ യൂസേഴ്സിൻ്റെ റൗട്ടർ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഒന്നുമില്ല, എക്സ്പ്രസ്സിനെ എടുത്തു, റൗട്ടറിനെ ക്രിയേറ്റ് ചെയ്തു, യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഒന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ആപ്പ് ഡോട്ട് ഗെറ്റ്, ആപ്പ് ഡോട്ട് പോസ്റ്റ് എന്നൊക്കെ കൊടുക്കുന്നതിന് പകരം നമ്മൾ റൗട്ടർ ഡോട്ട് ഗെറ്റ്, റൗട്ടർ ഡോട്ട് പോസ്റ്റ് ഒക്കെ ആയിട്ട് മാറ്റി. എന്നിട്ട് അവസാനമായിട്ട് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സിൽ ഈ ഒരു റൗട്ടറിനെ നമ്മൾ ഡീഫോൾട്ടായിട്ട് പുറത്തേക്ക് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ സാധനത്തിന് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പുതിയൊരു വേരിയബിളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. യൂസേഴ്സ് റൗട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, റിക്വയറിനകത്ത് കോഡ്സിൽ ഡോട്ട് / റൗട്ടേഴ്സ് / യൂസേഴ്സ് ഡോട്ട് റൗട്ടർ, അതിൽ ഡോട്ട് JS പറയേണ്ട ആവശ്യമില്ല. റിക്വയറിൻ്റെ കൂടെ നമ്മൾ ഡോട്ട് JS പറയില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ യൂസേഴ്സ് റൗട്ടറിന് ഇങ്ങോട്ട് എടുത്തു. ഇനി നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. ആപ്പ് ഡോട്ട് യൂസ് പറയാം, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് ആദ്യം നമ്മൾ പറയേണ്ടത് പാത്താണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം യൂസേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഒരു വാലായിട്ട് നമ്മൾ നേരത്തെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ യൂസേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാ സാധനത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇവിടെ ആപ്പ് ഡോട്ട് യൂസിൽ വാലായിട്ട് യൂസേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ യൂസേഴ്സ് റൗട്ടറിനെ ഇവിടെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് എന്താ സംഭവിക്കുക വെച്ചാൽ യൂസേഴ്സ് കൊണ്ട് തുടങ്ങുന്ന ഒരു റൗട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ വർക്ക് ചെയ്യാം. അതായത് യൂസേഴ്സിൻ്റെ ഗെറ്റ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, ഇനി യൂസേഴ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ സാധനത്തിൻ്റെ ഗെറ്റ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, അത് നമ്മളെ റൗട്ടറിന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ആപ്പ് ഡോട്ട് യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വാല് പറഞ്ഞു. അതിനുശേഷം നമ്മൾ റൗട്ടറിനെ പറഞ്ഞു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ യൂസേഴ്സ് നേരത്തെ റൺ ചെയ്തപ്പോൾ എററായിരുന്നു വന്നത്. ഇപ്പോൾ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ വേണ്ടോ, ഓക്കെ ആണ്. നമുക്കറിയാം ഇപ്പം ഒരു യൂസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് എംപ്റ്റി ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോസ്റ്റ് റിക്വസ്റ്റ് ഇട്ടിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് അടിച്ച് ഞാൻ കണ്ടോ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെയാണ്. കോഡിന് ലോജിക്കിലൊന്നും ഒരു മാറ്റമില്ല. ആകെ മാറ്റം എന്താ, ഇതിനൊന്നും സ്ട്രക്ചർ ചെയ്ത്. എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തത്, നമ്മൾ യൂസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ റൗട്ടറിൽ കൊണ്ടുപോയിട്ട്, അഥവാ റൗട്ടേഴ്സ് എന്നുള്ള ഫോൾഡർ ഉണ്ടാക്കി യൂസേഴ്സ് ഡോട്ട് റൗട്ടർ ഡോട്ട് JS എന്നുള്ള ഫയൽ ഉണ്ടാക്കി അതിനകത്ത് കൊണ്ടുപോയിട്ടു. അപ്പോൾ അതിനകത്ത് കൊണ്ടുപോയിട്ട സമയത്ത് നമ്മൾ ആദ്യം എക്സ്പ്രസ്സിനെ ഇങ്ങോട്ട് എടുത്തു, പിന്നെ ഒരു റൗട്ടറിനെ ഉണ്ടാക്കി, പിന്നെ ആ റൗട്ടറിനെ മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് ആക്കിയിട്ട് ഡീഫോൾട്ടായിട്ട് അതിനെ പുറത്തേക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ആപ്പ് ഡോട്ട് എന്ന് മറ്റുള്ള സാധനങ്ങൾ മാറ്റിയിട്ട് റൗട്ടർ ഡോട്ട് ആക്കി മാറ്റി. പിന്നെ ഇവിടെ വാല് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും റിപ്പീറ്റ് അടിച്ച് വാല് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് പറഞ്ഞാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്, ഇതിൽ നമുക്കറിയാം ഇത് ഓരോന്ന് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനൊക്കെ നമുക്ക് വേറൊരു പേരിട്ട് വിളിക്കാം, ഒരു ഫാൻസി നെയിം. ഓക്കെ, ഈ ഫംഗ്ഷൻ നമ്മൾ കൺട്രോളർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇതിനെ കൺട്രോളർ ഫംഗ്ഷൻ, അതായത് ഒരു റൗട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു കൺട്രോളർ ഫംഗ്ഷൻ ഉണ്ട്. ആ റൗട്ടിന് എന്താ തരേണ്ടതെന്ന് തീരുമാനിക്കുന്ന കൺട്രോളറാണ്. ഓക്കെ, കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് പുതിയൊരു ഫോൾഡർ ഇവിടെ ഉണ്ടാക്കുകയാണ്, കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ റൗട്ടേഴ്സിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ യൂസേഴ്സ് എന്ന് പറയുന്നത് യൂസേഴ്സ്. ഓക്കെ, എന്നിട്ട് ഡോട്ട് കൺട്രോളർ ഡോട്ട് JS. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റൗട്ടേഴ്സ് ഉണ്ടാക്കിയ മാതിരി തന്നെ യൂസേഴ്സ് ഡോട്ട് റൗട്ടർ ഡോട്ട് JS എന്ന് അവിടെ കൊടുത്തെങ്കിൽ ഇവിടെ യൂസേഴ്സ് ഡോട്ട് കൺട്രോളർ ഡോട്ട് JS എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അവിടുത്തെ ഓരോ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എഴുതാം. അതായത് ഞാൻ ഇതിനിങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിൽ ഞാൻ ആരോ ഫംഗ്ഷനായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ കോൺസ്റ്റ് ഗെറ്റ് യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് എല്ലാ യൂസേഴ്സിനും കിട്ടാനുള്ള ഫംഗ്ഷനാണ് ഞാൻ ഗെറ്റ് യൂസേഴ്സ് കൊടുത്തത്. ഇനി അടുത്ത എന്താ, ഒരു യൂസറിന് കിട്ടാനുള്ള, അപ്പോൾ അത് നമുക്ക് ഗെറ്റ് യൂസർ എന്നുള്ള പേരിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റ് ഗെറ്റ് യൂസർ. ഓക്കെ, ഒന്ന് ഗെറ്റ് യൂസേഴ്സ് ആണ്, മറ്റേത് ഗെറ്റ് യൂസറാണ്. അങ്ങനെ പേര് കൊടുക്കുന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി ഇതെന്താ, ഇതൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺസ്റ്റ് ക്രിയേറ്റ് യൂസർ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്താ ഡിലീറ്റ് യൂസർ അല്ലേ, ഇതിനിങ്ങോട്ട് എടുത്ത് കോൺസ്റ്റ് ഡിലീറ്റ് യൂസർ. ഓക്കെ, ഇതെന്താ എഡിറ്റ് യൂസർ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസ്റ്റ് എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. കോൺസ്റ്റ്
എഡിറ്റ് യൂസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഫങ്ഷൻസും ഇതിലെഴുതി. ഈ ഫങ്ഷൻസിനൊക്കെ നമുക്ക് പുറത്തേക്ക് കൊടുക്കണം. പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്ത് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഉള്ള സാധനങ്ങൾ വെച്ചാൽ ഗെറ്റ് യൂസറിന് കൊടുക്കണം, ഗെറ്റ് യൂസേഴ്സിനെ കൊടുക്കണം പുറത്തേക്ക്, ക്രിയേറ്റ് യൂസറിനെ കൊടുക്കണം, ഡിലീറ്റ് യൂസറിനെ കൊടുക്കണം. ഇത് നമുക്ക് പേര് എഡിറ്റ് യൂസർ എന്ന് മാറ്റിയിട്ട് അപ്ഡേറ്റ് യൂസർ നിൽക്കാം. എന്നാലും ക്രെഡ് എന്നുള്ളൊരു ഇതിൽ കറക്റ്റ് കിട്ടുമോ. ഓക്കെ, ഡിലീറ്റ് യൂസറും അപ്ഡേറ്റ് യൂസറും. അപ്പോൾ എല്ലാവരെയും പുറത്തേക്ക് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നമുക്ക് ഓരോന്നിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഗെറ്റ് യൂസേഴ്സ് ആണ്. അപ്പോൾ ഗെറ്റ് യൂസേഴ്സ് ഇമ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. അതായത് റിക്വയർ കൺട്രോളേഴ്സ് നിന്ന് യൂസർ കൺട്രോളർ എന്നുള്ള ഫയലിനകത്താണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഗെറ്റ് യൂസറിന് എടുത്തു, ഗെറ്റ് യൂസേഴ്സിന് എടുത്തു, ഇനി ഗെറ്റ് യൂസറിന് എടുത്തു, അതേപോലെ തന്നെ ക്രിയേറ്റ് യൂസറിന് എടുത്തു, ഡിലീറ്റ് യൂസറിന് എടുത്തു, അപ്ഡേറ്റ് യൂസറിന് എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സാധനങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു യൂസേഴ്സ് എന്നുള്ള സാധനം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എറർ അടിക്കും. കാരണം ഇതിനകത്തല്ല നമ്മൾ ഉപയോഗിക്കുന്ന ആ കൺട്രോളറിനകത്താണ്. അപ്പോൾ കൺട്രോളറിനകത്ത് കൊണ്ടുപോയിട്ട് അതും കൂടെ ഒന്ന് കറക്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏറ്റവും മേലെ കൊണ്ടുപോയിട്ട് നമ്മളെ യൂസേഴ്സ് എന്നുള്ള വാരിയബിളും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. യൂസേഴ്സ് വരുന്നുണ്ടോ, ഓക്കെ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ക്രിയേറ്റും ആവുന്നുണ്ട്. ഓക്കെ, ഗെറ്റ് ചെയ്ത് നോക്കാം, വരുന്നുണ്ട്. പാച്ച് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. പാച്ച് റിക്വസ്റ്റിൽ വന്നു. ഓക്കെ, ഞാൻ ഒലക്കാറ്റ് 2 എന്ന് പേര് കൊടുക്കാം. ഒലക്കാറ്റ് എഡിറ്റ് ആയിട്ടുണ്ട്. ഇനി ഡിലീറ്റ് നോക്കാം, ഡിലീറ്റും വർക്കായിട്ടുണ്ട്. ഇനി ഗെറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നത് നോക്കാം. ഇല്ല, സംഭവം സെറ്റാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്ത്, നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ചാൽ നമ്മൾ ഇൻഡെക്സ് ഡോട്ട് JSON എന്ന് അറിയുന്നതിന് പകരം നമ്മൾ അതിലെ യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റൗട്ടേഴ്സ് എന്നുള്ള ഒരു ഫോൾഡറിനകത്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ടു. എന്നിട്ട് റൗട്ടറിനെ ക്രിയേറ്റ് ചെയ്ത് ആ റൗട്ടറിൻ്റെ ഓരോ റൗട്ടുകളായിട്ട് സെറ്റ് ചെയ്തിട്ടു. പിന്നെ ഈ ഫയലും കുറച്ചും കൂടെ വലുതാവെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് പഠിച്ചു, കൺട്രോളർ എന്നത്. കൺട്രോളർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഫങ്ഷൻസിനെ ഒന്ന് സെപ്പറേറ്റ് വേറൊരു ഫയലിനകത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺട്രോളറാണ് ഇത് യൂസേഴ്സ് കൺട്രോൾ എന്ന് കൊടുത്തത്. ഇപ്പം ബുക്ക് എന്നാണെങ്കിൽ ബുക്ക് കൺട്രോളർ, ബുക്സ് കൺട്രോളർ എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവും. എന്നിട്ട് ഈ കൺട്രോളറിൻ്റെ അകത്ത് അതിൻ്റെ ക്രിയേറ്റും ഗെറ്റും ഡിലീറ്റും അപ്ഡേറ്റാണ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുക. ഇതിനെ ചില ആൾക്കാർ വേറെ രൂപത്തിൽ സ്ട്രക്ചർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രക്ചർ ചെയ്യാറുണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വേ, ഇപ്പം ഇത് ഒപ്പീനിയേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ നിങ്ങളെങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നുള്ളത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏതാണോ ബെറ്ററായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് ആ ഒരു സാധനം ചൂസ് ചെയ്യാം. ആകെ നമ്മളെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കോംപ്ലക്സിറ്റി കുറക്കുക എന്നുള്ളൊരു ഐഡിയ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവിടുന്ന് റിക്വയർ പറഞ്ഞൊരു വാരിയബിളിലേക്ക് കൊടുത്ത് ഇങ്ങനെ എടുക്കുന്നതിന് പകരം, അഥവാ നമ്മൾ റൗട്ടറിനെ നമ്മളൊരു വാരിയബിളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഈ റിക്വയർ തന്നെ നമുക്ക് ആപ്പ് ഡോട്ട് യൂസിൻ്റെ ഇവിടെ ഇങ്ങനെ ഇട്ടാൻ കൊടുക്കാം. ഓക്കെ, അങ്ങനെ പിന്നെ വേറെ ഇമ്പോർട്ടും വരണ്ട. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ഇൻഡെക്സ് ഡോട്ട് JSON ചെറുതായിട്ട് നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ ഫോർ എക്സാമ്പിൾ ഇപ്പം ബുക്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എന്താ ഉണ്ടാവുക, കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻഡ് പോയിൻറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എൻഡ് പോയിന്റിൽ നെയിമിംഗ് കൺവെൻഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ API/ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. API/v1 എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാറുണ്ട്. അതെന്തിനാ വെച്ചാൽ ഇപ്പം 2 വേർഷനൊക്കെ ഉണ്ടെങ്കിൽ, അഥവാ നമ്മളൊരു പുതിയൊരു അപ്ഡേറ്റഡ് സാധനം, അതായത് യൂസേഴ്സിൻ്റെ പുതിയ കുറച്ച് ഫീൽഡൊക്കെ വന്നിട്ടുള്ള സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. പക്ഷെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ബ്രേക്ക് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് എൻഡ് ഉണ്ടാക്കിയത് ഈ V1 യൂസേഴ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് V2 യൂസേഴ്സ് പുതിയൊരു എൻഡ് പോയിന്റ് ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം പൊട്ടില്ല, അതിൻ്റെ കൂടെ നമുക്കിത് കൂടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകാം. അതൊക്കെ ജസ്റ്റ് കൺവെൻഷനൊക്കെയാണ്. നിങ്ങൾ ആർക്കിടെക്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ കൂടെ കാര്യങ്ങൾ പഠിക്കും. ഇപ്പം ബേസിക്കലി ഇത്ര അറിഞ്ഞാൽ മതി. നമ്മൾ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻഡെക്സ് ഡോട്ട് JSON യൂസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂസർ ഡോട്ട് റൗട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൗട്ടറിനെ സെറ്റ് ചെയ്ത് വെച്ചു അതിനകത്ത് കൊണ്ടുപോയിട്ടു. പിന്നെ അതും കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോളർ ആക്കിയിട്ട് അതിൽ കൊണ്ടുപോയി കൊടുത്തു. അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ MVC പാറ്റേൺ എന്നൊക്കെ പറയാറുണ്ട്, മോഡൽ വ്യൂ കൺട്രോളർ എന്നൊക്കെ. അതുമായിട്ട് കുറച്ചൊക്കെ റിലേറ്റഡ് ആണ്. പക്ഷേ എക്സാക്ട്ലി അതല്ല. കാര്യം എന്താ വെച്ചാൽ എക്സ്പ്രസ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. എക്സ്പ്രസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മിഡിൽ വെയർ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ നോക്കേണ്ടതെന്നുള്ള ഒരു സാധനം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും, നിങ്ങൾക്കിപ്പം ചെറിയൊരു സാധനം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ഫയലിനാക്കി റൺ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ.